നമസ്കാരം. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഫിസിക്സിലെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്, ഗ്രാവിറ്റേഷൻ. ഫിസിക്സിലെ വിവിധ പഠന മേഖലകളിൽ ഒന്നാണ് അസ്ട്രോണമി. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്. പ്രപഞ്ചത്തെ അറിയാനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ ആദിമകാലം മുതലേ ഉള്ളതാണ്. ആകാശത്ത് നിശ്ചലമായി തോന്നുന്ന നക്ഷത്രങ്ങളെയും നിയതമായ ചലനങ്ങളുള്ള ഗ്രഹങ്ങളെയും അവർ കൗതുകത്തോടെ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇത്തരം നിരീക്ഷണങ്ങൾ ദിശ മനസ്സിലാക്കി യാത്ര ചെയ്യാനും കാർഷിക വൃത്തിയിലേർപ്പെടാനും കാലവർഷം, വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്തുന്നതിനും അവരെ സഹായിച്ചിരുന്നു. എല്ലാറ്റിനും ഉപരിയായി പ്രപഞ്ചം എങ്ങനെ രൂപം കൊണ്ടു എന്ന ചോദ്യം, അതിൻ്റെ നിലനിൽപ്പിനെയും പരിപാലനത്തെയും കുറിച്ചുള്ള ചിന്തകൾ, പ്രപഞ്ചത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ തുടങ്ങിയവ മനുഷ്യരെ ഈ പഠന മേഖലയിലേക്ക് നിരന്തരം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ടോളമി എന്ന ശാസ്ത്രജ്ഞനാണ് ഗ്രഹചലനങ്ങളുടെ ഒരു മാതൃക മുന്നോട്ട് വയ്ക്കുന്നത്. ഭൗമകേന്ദ്രീകൃത ഗ്രഹചലന സിദ്ധാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റേത്, ജിയോസെൻട്രിക് തിയറി. ഇതിൽ ഭൂമിയെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി സങ്കല്പിക്കുന്നു. സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആകാശഗോളങ്ങളും ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതായി ഈ മോഡൽ സങ്കല്പിക്കുന്നു. ജിയോസെൻട്രിക് തിയറി അനുസരിച്ച് ആകാശഗോളങ്ങൾക്ക് സാധ്യമായ ഒരേ ഒരു ചലനം വർത്തുള ചലനമാണ്, സർക്കുലാർ മോഷൻ. 400 വർഷങ്ങൾക്ക് ശേഷം സമാനമായ സിദ്ധാന്തങ്ങൾ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞരും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. AD 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭട്ട അദ്ദേഹത്തിൻ്റെ രചനകളിൽ സൗരകേന്ദ്ര സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഹീലിയോസെൻട്രിക് തിയറി. 1000 വർഷങ്ങൾക്ക് ശേഷം പോളിഷ് സന്യാസിയായിരുന്ന നിക്കോളസ് കോപ്പർനിക്കസ് അവതരിപ്പിച്ച മാതൃകയിൽ നിശ്ചലമായ സൂര്യനു ചുറ്റും വർത്തുളപാതയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതായി പ്രസ്താവിക്കുന്നു. എന്നാൽ ഭൂമിയെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ള ഒരു ശാസ്ത്രത്തെയും അംഗീകരിക്കാൻ അക്കാലത്തെ മതപൗരോഹിത്യവും അതിൻ്റെ സ്വാധീനത്തിലുള്ള ഭരണകൂടവും തയ്യാറല്ലായിരുന്നു. ഓരോ കാലത്തും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതികളോട് പോരാട്ടം നടത്തിയാണ് ശാസ്ത്രം എക്കാലത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല. കോപ്പർനിക്കസിനും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ പിന്തുണച്ച ഗലീലിയോയ്ക്കും അതുകൊണ്ട് തന്നെ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശാസ്ത്രസത്യങ്ങൾക്ക് വേണ്ടി അചഞ്ചലമായി നിലകൊണ്ട ഗലീലിയോയെ പോലെയുള്ളവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെയും പ്രതിബന്ധങ്ങളെയും വിശദീകരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി വയലാർ രാമവർമ്മ എഴുതിയ ഗലീലിയോ എന്ന കവിത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഗലീലിയോയുടെ സമകാലികനായിരുന്നു ടൈക്കോ ബ്രാഹെ. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഗ്രഹങ്ങളെ നിരീക്ഷിച്ച് വിശകലനങ്ങൾ തയ്യാറാക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു. അദ്ദേഹത്തിന് ശിഷ്യനായിരുന്ന ജോഹന്നസ് കെപ്ലർ ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തി ഗ്രഹചലനങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തി. ഈ നിയമങ്ങളുടെ പിൻബലത്തിലാണ് ഐസക് ന്യൂട്ടൻ സാർവിക ഗുരുത്വ നിയമം പ്രസ്താവിക്കുന്നത്. ഗ്രാവിറ്റേഷൻ എന്ന നമ്മുടെ ഈ ചാപ്റ്ററിൽ പ്രപഞ്ചത്തെ ഈ രീതിയിൽ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന പ്രകൃതിയിലെ ഒരു അടിസ്ഥാന ബലമായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ അധ്യായത്തിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം, കെപ്ലേഴ്സ് ലോസ്. ഗ്രഹചലനങ്ങളെക്കുറിച്ച് 3 നിയമങ്ങളാണ് കെപ്ലർ മുന്നോട്ട് വയ്ക്കുന്നത്. 1 ലോ ഓഫ് ഓർബിറ്റ്സ്, 2 ലോ ഓഫ് ഏരിയാസ്, 3 ലോ ഓഫ് പീരിയഡ്സ്. ഒന്നാമത്തെ ലോ പരിഗണിക്കാം, ലോ ഓഫ് ഓർബിറ്റ്സ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദ ഫോക്കൈ. സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും എലിപ്റ്റിക്കൽ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ സൂര്യൻ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. ഈ നിയമം കോപ്പർനിക്കൻ മോഡലിൽ നിന്നുള്ള ഒരു ഡീവിയേഷനാണ്. കോപ്പർനിക്കൻ മോഡലിൽ ഗ്രഹങ്ങൾക്കെല്ലാം ഒരേ ഒരു ചലനം മാത്രമാണ്
നിർദ്ദേശിച്ചിരുന്നത് അത് സർക്കുലാർ മോഷനാണ്. ആദ്യമായി എലിപ്റ്റിക്കൽ മോഷൻ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ജോഹന്നസ് കെപ്ലറാണ്. ഒരു എലിപ്സുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ നമുക്കറിയാം. ഇറ്റ് ഹാസ് 2 ഫോക്കൈ. ഒരു എലിപ്സിന് 2 ഫോക്കസുകളുണ്ട്. ഈ 2 ഫോക്കസുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് മൈനർ ആക്സിസ്. മേജർ ആക്സിസിൻ്റെ പകുതി ദൂരത്തിനെ സെമി മേജർ ആക്സിസ് എന്നും മൈനർ ആക്സിസിൻ്റെ പകുതി ദൂരത്തിനെ സെമി മൈനർ ആക്സിസ് എന്നും പറയും. കെപ്ലറുടെ 1ാം നിയമപ്രകാരം എല്ലാ പ്ലാനറ്റ്സും സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ സൂര്യൻ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. ഇനി നമുക്ക് 2ാമത്തെ ലോയിലേക്ക് പോകാം. ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ് ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്: ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. കെപ്ലറും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും നടത്തിയിട്ടുള്ള നിരന്തര നിരീക്ഷണങ്ങളിലൂടെയാണ് ഇത്തരമൊരു ലോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. സൂര്യന് അടുത്തെത്തുന്ന സമയത്ത് പ്ലാനറ്റുകളുടെ വേഗത കൂടുകയും സൂര്യനിൽ നിന്ന് അകലുമ്പോൾ പ്ലാനറ്റ്സിൻ്റെ വേഗത കുറയുകയും ചെയ്യുമെന്ന് അവർ നിരീക്ഷിക്കുകയുണ്ടായി. നമുക്ക് ലോ ഓഫ് ഏരിയാസിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് പോകാം. ഇവിടെ കാണുന്ന ഈ ഡയഗ്രം അനുസരിച്ച് ഏരിയ സ്വെപ്റ്റ് ഔട്ട് ബൈ ദ പ്ലാനറ്റ് ഓഫ് മാസ് എം ഇൻ എ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി, ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ഹാഫ് ആർ ക്രോസ് വി ഡെൽറ്റ ടി എന്നാണ്. നമുക്ക് ഈ ഏരിയയെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായിട്ട് പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ കഴിയുന്നത്. പ്ലാനറ്റിൻ്റെ ലീനിയർ മൊമെൻറ്റം പി ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എം വി എന്നും വി ഇസ് ഈക്വൽ ടു പി ബൈ എം എന്നും എഴുതാം. അതുപ്രകാരം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം: ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ഹാഫ് ആർ ക്രോസ് പി ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി. വീണ്ടും ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ക്രോസ് പി ഡിവൈഡഡ് ബൈ എം എന്നെഴുതാം. വി നോ ആർ ക്രോസ് പി, ഇറ്റ് ഈസ് എ ആംഗുലാർ മൊമെൻറ്റം എൽ. ദെൻ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 2m. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സാണ്. ഒരു സെൻട്രൽ ഫോഴ്സ് കാരണം മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ ആംഗുലാർ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ഈ എക്സ്പ്രഷനിൽ കാണുന്ന മാസ് ഓഫ് ദ പ്ലാനറ്റ് അതും വേരി ചെയ്യാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് ലഭിക്കും. അതായത് ഏരിയൽ വെലോസിറ്റി ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ദ ഏരിയൽ വെലോസിറ്റി. ഏരിയ സ്വെപ്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് കെപ്ലറുടെ 2ാം ചലന നിയമം. അടുത്തത് ലോ ഓഫ് പീരിയഡ്സ് ആണ്. ദ 3rd ലോ ഓഫ് കെപ്ലേഴ്സ് പ്ലാനറ്ററി മോഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ആസ് the square of the time period of revolution of a planet is proportional to the cube of the semi-major axis of the ellipse traced out by the planet. പീരീഡ് ഓഫ് റെവല്യൂഷനെ ക്യാപിറ്റൽ ടി എന്നും സെമി മേജർ ആക്സിസിനെ സ്മോൾ ലെറ്റർ എ എന്നും ഡിനോട്ട് ചെയ്താൽ നമുക്കിതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം: ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഈ ഒരു നിയമവും രൂപപ്പെടുത്തിയത് നിരന്തര നിരീക്ഷണങ്ങളിലൂടെയാണ്. സ്ക്രീനിൽ കാണുന്ന ടേബിൾ ശ്രദ്ധിക്കുക. 1ാമത്തെ കോളത്തിൽ പ്ലാനറ്റുകളെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ കോളത്തിൽ അവയുടെ സെമി മേജർ ആക്സിസിനെയാണ് സൂചിപ്പിക്കുന്നത്. 3ാമത്തെ കോളം അവയുടെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷനാണ്. 4ാമത്തെ കോളത്തിൽ ക്യൂ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കോഷ്യൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് തന്നെയാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. സപ്പോസ് there existed a planet that went around the sun twice as fast as Earth. What would be its orbital size as compared to that of the Earth? ഭൂമിയേക്കാൾ ഇരട്ടി വേഗതയിൽ ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നുവെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസ് എന്തായിരിക്കും? നമുക്ക് ഈ ഒരു ചോദ്യം കെപ്ലറുടെ 3ാം ചലന നിയമം ഉപയോഗപ്പെടുത്തി ചെയ്യാം. ലോ ഓഫ് പീരിയഡ്സ് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്തു നോക്കാം. വാട്ട് ഈസ് ലോ ഓഫ് പീരിയഡ്സ്? യെസ്, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്.
ഇവിടെ എർത്തിൻ്റെ ടൈം പീരീഡ് നമുക്കറിയാം. ഇറ്റ് ഈസ് 1 ഇയർ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എർത്തിനേക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം എന്നാണ്. അതായത് എർത്ത് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാനെടുക്കുന്ന സമയത്തിൻ്റെ പകുതി കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം. അത്തരം ഒരു ഗ്രഹത്തിൻ്റെ പീരീഡ് എന്തായിരിക്കും? എർത്തിൻ്റെ പീരീഡിൻ്റെ പകുതിയായിരിക്കും. അതായത് പീരീഡ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് TP is equal to half into period of എർത്ത്, അതായത് ഹാഫ് ഇയർ. ഇനി ഓർബിറ്റൽ റേഡിയസുകളെ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. എർത്തിൻ്റെ ഓർബിറ്റൽ റേഡിയസിനെ RE എന്നും ഈ പരിഗണിക്കുന്ന പ്ലാനറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസിനെ RP എന്നും. കെപ്ലറുടെ ലോ ഓഫ് പീരിയഡ്സ് പ്രകാരം T² പ്രൊപ്പോർഷണൽ ടു A³. എർത്തിനെ സംബന്ധിച്ച് TE² പ്രൊപ്പോർഷണൽ ടു RE³. ഈ പ്ലാനറ്റിനെ സംബന്ധിച്ച് TP² പ്രൊപ്പോർഷണൽ ടു RP³. ഇവയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക TP/TE² is equal to RP/RE³ എന്നാണ്. ഇതിൽ നിന്ന് RP/RE is equal to TP/TE² എന്ന് എഴുതാം. TP ഹാഫ് ഇയർ ആണ്, TE 1 ഇയർ ആണ്. നമുക്കിങ്ങനെ കിട്ടും 0.5⁻²/3 that is equal to 0.63. അതായത് എർത്തിൻ്റെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹത്തിൻ്റെ ഓർബിറ്റൽ റേഡിയസ് എർത്തിൻ്റെ റേഡിയസിൻ്റെ 0.63 ടൈംസ് ആയിരിക്കും. അടുത്ത ടോപ്പിക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ലോ പ്രപ്പോസ് ചെയ്യുന്നത് സർ ഐസക് ന്യൂട്ടനാണ്. 1687 ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായിട്ടുള്ള ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എഴുതുന്നത്. ഈ കൃതിയെക്കുറിച്ച് ലഗ്രാഞ്ചെ എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത് മനുഷ്യ മനസ്സിൻ്റെ മഹത്തായ നിർമ്മിതി എന്നാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ടെറസ്ട്രിയൽ ഗ്രാവിറ്റേഷൻ ആസ് വെൽ ആസ് കെപ്ലേഴ്സ് ലോസ്. ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ സാർവിക ഗുരുത്വ നിയമത്തിൽ, അതായത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ എത്തിച്ചേർന്ന രീതി നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം എർത്തിനെയും മൂണിനെയുമാണ് ഇതിനുവേണ്ടി പരിഗണിച്ചത്. എർത്തിനെ ചുറ്റി ചന്ദ്രൻ RM റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് അദ്ദേഹം പരിഗണിച്ചു. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മൂണിനുണ്ടാവുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ AM is equal to V²/RM ആയിരിക്കും. ഇവിടെ V is equal to 2πRM/T എന്ന് എഴുതാം. T is the period of revolution of moon around the earth. അത് 27.3 days ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ AM is equal to നമുക്ക് ഇപ്രകാരം എഴുതാം 4π²RM/T². If we substitute the values of T and RM in the above equation, അത് ഇപ്രകാരം കിട്ടും. AM is very less than G, that is acceleration due to gravity of the earth on its surface. ഇത് സൂചിപ്പിക്കുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റി ഡിസ്റ്റൻസിനനുസരിച്ച് കുറഞ്ഞു വരുമെന്നാണ്. ഈ റിസൾട്ടിൽ നിന്ന് ന്യൂട്ടൻ ഇപ്രകാരം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു ദ എർത്ത് ഡിക്രീസസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടുത്തെ രണ്ട് കേസുകൾ, ഒന്ന് മൂണിൻ്റെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഓർബിറ്റൽ റേഡിയസ് ഓഫ് ദ മൂൺ, ദാറ്റ് ഈസ് AM ഈസ് പ്രൊപ്പോർഷണൽ ടു 1/RM². ഇനി എർത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/RE². ഈ രണ്ട് റിലേഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇപ്രകാരമാണ് G/AM is equal to RM²/RE². That is approximately equal to 3600. ഇപ്പോൾ കിട്ടിയ ഈ വാല്യൂ ജിയുടെ വാല്യൂവുമായും നേരത്തെ കിട്ടിയിട്ടുള്ള AMൻ്റെ വാല്യൂവുമായും എഗ്രി ചെയ്തു പോകുന്നതായി ന്യൂട്ടൻ മനസ്സിലാക്കി. ഈ ഒബ്സർവേഷനാണ് ന്യൂട്ടനെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രപ്പോസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പ്രിൻസിപ്പിയയിൽ ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ്
attracts every other body with a force which is directly proportional to the product of their masses and is inversely proportional to the square of the distance between them. പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും മറ്റേതൊരു വസ്തുവിനെയും ആകർഷിക്കുന്നു. അവ തമ്മിലുള്ള ആകർഷണബലം ആ വസ്തുക്കളുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. നമുക്ക് രണ്ട് മാസുകളെ പരിഗണിക്കാം. 2 point masses m1 and m2. They are separated at a distance small r. According to the above law, the force of attraction between these two masses is directly proportional to m1 and m2. That is F proportional m1 into m2. Also inversely proportional to the square of the distance. That is F proportional 1 by r square. Combining, we get F proportional m1 m2 divided by r square. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഒരു ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ F is equal to a constant into m1 m2 divided by r square എന്ന് എഴുതാം. Here F is equal to capital G m1 m2 divided by r square. Here capital G is a constant and it is the universal constant of gravitation. The magnitude of the force F on m2 due to m1 modulus F is equal to capital G m1 m2 divided by r square. In vector form, vector F is equal to capital G m1 m2 divided by r square minus r cap. That is equal to minus G m1 m2 divided by r square r cap. Here r cap is the unit vector directed from mass 1 to mass 2. Since the force is along minus r vector, the gravitational force is attractive. ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ഓൺ m1 ഡ്യൂ ടു m2 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ എഫ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ മാസ് 1 ഡ്യൂ ടു മാസ് 2വിനെ F12 എന്നും ഫോഴ്സ് ഓൺ മാസ് 2 ഡ്യൂ ടു മാസ് 1 അതിനെ F21 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് ഇപ്രകാരം എഴുതാം. വെക്ടർ F12 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ F21. നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ലോയും രണ്ട് പോയിൻ്റ് മാസുകളെക്കുറിച്ചാണ്. നമ്മൾ പരിഗണിക്കുന്ന വസ്തുക്കളെല്ലാം പോയിൻ്റ് മാസുകൾ തന്നെ ആകണമെന്നില്ല. ഇഫ് വി ഹാവ് എ കളക്ഷൻ ഓഫ് പോയിൻ്റ് മാസസ്, then the force on any one of them is the vector sum of the gravitational forces exerted by the other point masses. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്പെഷ്യൽ കേസുകളുണ്ട്. ഇത് ഈ ചാപ്റ്ററിലെ തുടർന്നുള്ള ഡിസ്കഷന് സഹായകമാകും. അതിലൊന്ന് ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ലും ആ സ്ഫെറിക്കൽ ഷെല്ലിന് പുറത്തു വച്ചിരിക്കുന്ന ഒരു മാസും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. രണ്ട്, ഈ ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിന് അകത്ത് വച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് മാസും ഈ സ്ഫെറിക്കൽ ഷെല്ലും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. നമുക്ക് ഒന്നാമത്തെ കേസ് പരിഗണിക്കാം. ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ലും ആ സ്ഫെറിക്കൽ ഷെല്ലിന് പുറത്തു വച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് മാസും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഹോളോ സ്ഫെറിക്കൽ ഷെൽ എന്നത് ഒരു പോയിൻ്റ് മാസ് അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സ്ഫെറിക്കൽ ഷെൽ ഇത്തരത്തിലുള്ള നിരവധി പോയിൻ്റ് മാസുകൾ കൂടിച്ചേർന്നതാണ്. ഇതിലെ ഓരോ പോയിൻ്റ് മാസും പുറത്തു വച്ചിരിക്കുന്ന പോയിൻ്റ് മാസുമായി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നിരവധി ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾ അവിടെ ഉണ്ടാകുന്നു. ഈ ഓരോ ഫോഴ്സിനെയും നമുക്ക് അവയുടെ കമ്പണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. രണ്ട് കമ്പണൻസ് നമുക്ക് പരിഗണിക്കാം. ഒന്ന്, ഈ ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വച്ചിരിക്കുന്ന പോയിൻ്റ് മാസിലേക്ക് വരയ്ക്കുന്ന ആ ലൈനിലൂടെയുള്ള ഒരു ഫോഴ്സ്. രണ്ട്, ആ ലൈനിന് പെർപെൻഡിക്കുലറായിട്ടുള്ള മറ്റൊരു ഫോഴ്സും. ഈ പെർപെൻഡിക്കുലറായിട്ടുള്ള ഫോഴ്സുകളെല്ലാം, അതായത് സ്ഫെറിക്കൽ ഷെല്ലിലെ ഓരോ പോയിൻ്റ് മാസ് കൊണ്ടും ഉണ്ടാകുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ടുള്ള
ഫോഴ്സുകളുടെ കമ്പണൻസ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. അവിടെ അവശേഷിക്കുക സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തിരിക്കുന്ന പോയിൻ്റ് മാസിലേക്ക് വരച്ച ആ ലൈനിലൂടെയുള്ള ഫോഴ്സിൻ്റെ കമ്പണൻറ്റ് മാത്രമാണ്. അതായത് ഈ ഫോഴ്സിനെ നമുക്ക് ഇപ്രകാരം പരിഗണിക്കാം. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് മാസും പുറത്തു വച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് മാസും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനായി. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡെൻസിറ്റി ആൻഡ് എ പോയിൻ്റ് മാസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഈസ് ജസ്റ്റ് ആസ് ഇഫ് ദ എൻറ്റയർ മാസ് ഓഫ് ദ ഷെൽ ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. രണ്ടാമത്തേത് ഈ ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ അകത്ത് വച്ചിരിക്കുന്ന പോയിൻ്റ് മാസും സ്ഫെറിക്കൽ ഷെല്ലും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. സ്ഫെറിക്കൽ ഷെല്ലിനകത്തുള്ള ഈ പോയിൻ്റ് മാസുമായി സ്ഫെറിക്കൽ ഷെല്ലിലെ ഓരോ പോയിൻ്റുകളിലെ പോയിൻ്റ് മാസുകളും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫോഴ്സുകളെല്ലാം പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. അവിടെ അകത്ത് വച്ചിരിക്കുന്ന പോയിൻ്റ് മാസിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആവുകയും ചെയ്യുന്നു. അതായത് ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിന് അകത്തിരിക്കുന്ന പോയിൻ്റ് മാസിൽ ആ സ്ഫെറിക്കൽ ഷെൽ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 0 ആയിരിക്കും എന്നർത്ഥം. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡെൻസിറ്റി ഓൺ എ പോയിൻ്റ് മാസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ഇറ്റ് ഈസ് 0. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനും ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമാണ്. കെപ്ലർ പ്രപ്പോസസ് 3 ലോസ്: ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയ ആൻഡ് ലോ ഓഫ് പീരിയഡ്സ്. അതുപോലെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ: എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്റ്റ് with a force which is directly proportional to the product of their masses and is inversely proportional to the square of the distance between them. അതിനെ തുടർന്ന് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ ഡെഡ്യൂസ് ചെയ്തു. ആ എക്സ്പ്രഷൻ ഇപ്രകാരമായിരുന്നു: F is equal to capital G m1 m2 divided by r². അവിടെ ക്യാപിറ്റൽ G എന്നത് യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷനാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.